വിജയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു പത്തിരക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു പത്തിരത്തോരൻ. ഇതാണ് സാമ്പാർ ചീര പറയും, പരിപ്പ് ചീര എന്നൊക്കെ പറയും. ചെറിയൊരു കൊഴുപ്പുള്ള ചീരയാണ്. ഇത് ചെറിയ ചേമ്പില, വലിയൊരു ചേമ്പില. ഇത് മുരിങ്ങയിലാണ്, മുരിങ്ങയില. ഇതാണ് കൊടിത്തൂവാറ്, ചൊറിയണമെന്നും പറയും. ഇത് കോവലിന്റെ ഇലയാണിത്. ഇത് മത്തങ്ങയുടെ ഇല, മത്തൻ. കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. ഇത് പിന്നെ പ്രമേഹ ചീര, മധുരച്ചീര എന്നൊക്കെ പറയും, വേലിച്ചീര പറയും. ഇതാണ് തഴുതാമ. ഇത് തഴുതാമ. ഇതാണ് തഴുതാമ. ഇത് 10 ഇലകളുണ്ട്. ഇത് ചായാമൻസ. ഇത് തക്കാളി വഴുതന പറയും, തക്കാളി പോലത്തെ വഴുതനേന്റെ ഇല. ഇത് ചേനയില. ഇത് പറമ്പിലൊക്കെ ഉണ്ടാവും ചുവന്ന ചീര. നോക്ക, തയ്യാറാക്കാൻ നോക്കാണ്. ചായ മനസ്സാണ് ആദ്യം അരിയണത്. ഇവിടെ അത് കുട്ടികളൊന്നും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇങ്ങനത്തെയൊക്കെ. എല്ലാം കൂടി കൂട്ടി ഒന്നുകൂടി അരിഞ്ഞാൽ മതി. ഇപ്പൊ ചേമ്പിലായിട്ടോ, അല്ല ചായ മനസ്സ. ഇത് ചീര, ചേനയുടെ ഇല. ഇത്രയൊന്നും വേണ്ട, ആരും വല്ലാതെ കഴിക്കില്ല ഇവിടെ. ഇത് നല്ല പോഷക ഗുണമുള്ള ഒരു ചീരയാണ്. കഴിച്ചാൽ എല്ലാവർക്കും നല്ലതാ. ചേമ്പിലാണ് അരിയാൻ പോകുന്നത്. ഇത് അരിഞ്ഞ് വരുമ്പോ കുറെ ഉണ്ടാവും. ഇലകളെ പോഷക ഗുണങ്ങളൊന്നും ഇപ്പൊ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയണതാണല്ലോ. ഇതാണ് സാമ്പാർ ചീര എന്നും പറയും. കത്തി നല്ല മൂർച്ചയുള്ള കത്തി. എൻ്റെ കൈ മുറിഞ്ഞു പോവുക പേടി. ഇതൊരു പയറിലല്ല, അതൊക്കെ തന്നെ ഉണ്ട്. പ്രാവശ്യം പയറുകുരു കുഴിച്ചിട്ട് ഇതൊക്കെ ചീഞ്ഞു പോയി മഴ ചെയ്തപ്പോ. നല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചൊഴിവാക്കി. അവിടെ നിറഞ്ഞിരുന്നു, മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കോവലിന്റെ ഇല, മത്തന്റെ ഇല കൂട്ടി പിടിച്ചരിയായിട്ട്. ഇത് തഴുതാമ. ഇതെങ്ങനെ കൂട്ടി പിടിച്ച ചെറിയ ഇലകളാവുമ്പോ. ഇത് വേലിച്ചീര. ഇതൊന്ന് ചതക്കണം. നാളികേരം ചതച്ചു തയ്യാറാക്കാൻ പോവല്ലേ. ചട്ടി അടുപ്പത്ത് വെക്കട്ടെ.
ചട്ടി ചൂടായേ. ഒരു 3 സ്പൂണ് 4 സ്പൂൺ എണ്ണ. വെളിച്ചെണ്ണയാണ് കേട്ടോ. ചട്ടി ചൂടായി, എണ്ണ ചൂടായി. ഉള്ളിട്ട് കൊടുക്കുക. ഇലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ 11 ഇലകളുണ്ട്. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇലക്കറി ഈ ജലാംശം ഉള്ളത് കൊണ്ട് വെള്ളം അധികം വേണ്ട. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒന്ന് അടച്ചു വെക്കാം. അത് ആവിയിൽ വേവും. ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇത്ര ഇലക്കറി. ഉപ്പുണ്ടോ നോക്കണം. ഇതിലേക്ക് ചതച്ച നാളികേരം, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇത് എല്ലാ ഇലകളും ഒരേ ടേസ്റ്റ് ആയിട്ടേ തോന്നുള്ളൂ. നല്ല രുചിയുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ പത്തിലത്തോര റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തോര റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി ട്ടോ കാണാം. ഞാൻ ഇടിഞ്ഞിലിൻ്റെ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകണേ. അടുത്തത് ഒരു ഇടിഞ്ഞിൽ ട്രീ. അത് വളരെ ഔഷധം ഉള്ള ഒരു മരുന്നാണത്. ഞാൻ ഇവിടെ ഒരു ഇടിഞ്ഞിൽ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയരി എടുത്തേട്ടോ 1 കപ്പ്. ഇത് എന്താ കുറേ ഉണ്ടാവും. ആരത് കുടിച്ച് തീർക്കാൻ എനിക്ക് അറിയില്ല. കുട്ടികളാരും ഇത് കുടിക്കൂല. ഞാൻ മാത്രം തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇടിഞ്ഞിലിൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെറിയരി നല്ലോണം കഴുകി വൃത്തിയാക്കട്ടെ. ഇതിന് കപ്പല്ലേ എടുത്തത്. ഇതിനൊരു കപ്പാട്ടോ. അരി നല്ലോണം കഴുകി വൃത്തിയാക്കി ഇത് വേവിക്കട്ടെ. ഇത് പറയണ 3 സ്പൂണിന് 3 സ്പൂൺ ഉലുവയാണ് എടുത്തത്. ഉലുവ കുതിർത്തതാണ് കേട്ടോ. നല്ല കുതിർന്ന ഉലുവയാണ്. ഇതിലേക്ക് അരയ്ക്കാനുള്ളതാണ് ഈ നാളികേരം. അതിൽ കുറച്ച് ചെറിയ ഉള്ളി, 1 സ്പൂണ് ജീരകവും, നല്ല ജീരകം. ഇത് കഞ്ഞിയിലേക്ക് അരയ്ക്കാനുള്ളതാണ്. ഇതാണ് ഇടിഞ്ഞില്. ഇതിന്റെ തോല് ചുരുണ്ടി കളയണം. ഇത് ചുരുണ്ടി കളഞ്ഞിട്ട് ഒന്ന് ചതച്ചിട്ടാണ് അരയ്ക്കുക. മിക്സിയുടെ ജാറിലിട്ട് ഇത് അരമറി നാളികേരാണ്. കഴിഞ്ഞു. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, 2-3 ഉള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം. നന്നായി അരയ്ക്കണം. ഇടിഞ്ഞിലും കൂട്ടിയിട്ട് ഇടിഞ്ഞിലിന്റെ
തൊലി ചുരണ്ടി കളയണം. എന്നിട്ടൊന്ന് ചതച്ചിട്ട് വേണം നാളികേരത്തിലിട്ട് അരയ്ക്കാൻ. നന്നായി അരക്കണം. അത് പിന്നെ പേശി വേദന, മുട്ടിന്റെ എല്ല് തേയ്മാനം, പിന്നെന്താ ഊരവേദന, പുറം വേദന, ഇതിനൊക്കെ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാൽ മതി. നല്ലൊരു മരുന്നാണ്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെള്ളം തിളച്ചിട്ടോ അരി ഇടണേ. ഉരുവി ചെറിയരി തിളക്കിനെ കാണിക്കാം. വെട്ടി തിളച്ചോട്ടെ. പറയട്ടെ. അരി ഉരുവിയൊക്കെ തിളച്ചിട്ടോ, നല്ലോണം തിളച്ചു. അയ്യോ, അരി നല്ലോണം വെന്തു നല്ലോണം വെള്ളം വറ്റാനായി. ഇതിലേക്ക് അരച്ച നാളികേരം, ഇടിഞ്ഞില് ഇതൊക്കെ അരച്ചത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളപ്പിക്കണം. നാളികേരം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് ലൂസാക്കണം. അത് ഇപ്പൊ കുറച്ച് ലൂസായി. കഞ്ഞി റെഡിയായി. ചെറിയൊരു ഉരുളി എടുത്തിട്ട് കഞ്ഞി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നെയ്യ് വേണമെങ്കിൽ ഒഴിക്കുക. ഇത് എല്ലാവർക്കും ഈ കഞ്ഞി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.